നമ്മൾ ഓട്ടോകാഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈപ്പ് ഔട്ട്. എന്താണ് വൈപ്പ് ഔട്ട്, എന്താണ് അതിന്റെ യൂസസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതൊരു ഫർണിച്ചർ ലേഔട്ട് ആണ്. അപ്പൊ ഇതിലിപ്പം ഇതൊരു മാസ്റ്റർ ബെഡ്റൂം, ഇതില് ബെഡ് ഉണ്ട്, അതുപോലെ ഒരു ടേബിൾ ഉണ്ട്, ഒരു ഡ്രോയിങ് ടേബിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചെയർ നമ്മളിപ്പോ പ്ലാനിൽ നമുക്ക് കാണിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ചെയർ ഇങ്ങനെയല്ല ഇടുണ്ടാവുക. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ചെയർ മൂവ് ചെയ്തിടുണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ഇതിന്റെ ഈ ടേബിളിന്റെ താഴോട്ട് ആക്കിയിട്ടാണ് വെക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് അങ്ങനെ ഈ ഒരു പ്ലാനിൽ നമുക്ക് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവെക്കുമ്പോ നമുക്ക് ഈ ഒരു ചെയറിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോർഷൻ കാണില്ല നമ്മള് പ്ലാനിൽ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോ. കാരണം അപ്പം അവിടെ ആ ഒരു ടേബിളിന്റെ പോർഷനാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു കേസസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വൈപ്പ് ഔട്ട്, അങ്ങനത്തെ കേസസിലാണ് വൈപ്പ് ഔട്ട് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരിക. കാരണം ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ടേബിളിന്റെ താഴെ ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ടേബിളിനെ വൈപ്പ് ഔട്ട് ചെയ്യാം. അപ്പൊ വൈപ്പ് ഔട്ട് എൻ്റർ ചെയ്യാം, വൈപ്പ് ഔട്ട് എൻ്റർ. നമ്മള് ആ ഒരു പോയിന്റ്സ് പിക്ക് ചെയ്യാം. അതായത് നമുക്ക് ഏത് ഏരിയ ആണോ വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത് അതിന് ഒരു ഔട്ട്ലൈൻ, അതായത് നമ്മൾക്ക് ഏത് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യണത് അതിന്റെ ഔട്ട്ലൈൻ കറക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോ റെക്ടാംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിന് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്റർ. ഓക്കെ, അപ്പം ഈ മുകളിൽ കിടക്കുന്ന ലൈനാണ് ഇപ്പം നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ലൈൻ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ ലൈൻ നമുക്ക് എന്താ പറയാ ഈ ഒരു ഒബ്ജക്റ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇത്. അല്ലാതെ ഇത് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യം ഒന്നുമില്ല. അപ്പൊ നമ്മള് ഈ ഒരു ലെയറിന് എപ്പോഴും 0 എന്നുള്ള ഈ ഒരു വൈപ്പ് ഔട്ടിന് നമ്മള് എപ്പോഴും 0 എന്നുള്ള ലെയറില് ഇടുക. എന്നിട്ട് അതിന്റെ ലൈൻ തിക്നെസ് 0 ആക്കുക. അപ്പൊ നമുക്ക് പ്രിന്റ് എടുക്കുമ്പോ അതിന്റെ തിക്നെസ് ആ ഒരു പ്രിന്റിൽ വരില്ല. പ്രിന്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ PDF ആക്കുമ്പോഴോ എന്താണെങ്കിലും നമുക്ക് ആ ഒരു ലൈനിന്റെ തിക്നെസ് 0 കൊടുത്താൽ നമുക്കത് കിട്ടില്ല. എന്നിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻ, ഡ്രോ ഓർഡർ. ഈ ഡ്രോ ഓർഡർ സെൻഡ് ടു ബാക്ക്, അതായത് ഇപ്പം നമ്മൾ ആ വൈപ്പ് ഔട്ട് ചെയ്തപ്പം ആ ഒരു ടേബിളിന്റെ ആ ലൈനിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു വൈപ്പ് ഔട്ടിന്റെ ലൈൻ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ടേബിളിന്റെ ലൈനാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ വൈപ്പ് ഔട്ട് നമുക്ക് താഴെയാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ സെൻഡ് ടു ബാക്ക് ഓപ്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു വൈപ്പ് ഔട്ട് എന്നുള്ള ലൈൻ ബാക്കിലേക്ക് പോയി. ഈ ടേബിളിന്റെ ബാക്കിലാണ് ഇപ്പൊ അതുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ടേബിൾ വൈപ്പ് ഔട്ട് ചെയ്ത് ഇനി നമുക്ക് ഈ ചെയറും കൂടെ വൈപ്പ് ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ചെയർ ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മൾ ബ്ലോക്കിൽ കയറിയിട്ട് വേണം ചെയ്യാം. അപ്പൊ നമ്മള് ബ്ലോക്ക് എഡിറ്റർ എടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈപ്പ് ഔട്ട് എന്റർ. നമ്മള് നേരത്തെ ചെയ്ത പോലെ ഇതിപ്പം എന്താ പറയാ ഒരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ ഓർത്തോ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തോ ഓഫ് ചെയ്യണമെങ്കിൽ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിപ്പോ ഓർത്തോ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ ഒന്നും കൂടെ ലൈൻസ് നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മള് ഇതിന്റെ ഔട്ട്ലൈനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു പോയിന്റ് പിക്ക് ചെയ്ത് അടുത്ത ഓരോ പോയിന്റും ഏകദേശം റൗണ്ട് ഷേപ്പില് നമ്മള് പിക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഔട്ട്ലൈൻ മാത്രമേ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിന്റെ ഉള്ളിൽ എന്ത് ഡീറ്റെയിൽസ്, ഇപ്പൊ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് അതിനൊന്നും നമ്മള് വൈപ്പ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മള് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് പതുക്കെ ലൈൻ പിക്ക് ചെയ്യാം. എന്റർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇത് 0 എന്നുള്ള ലെയറിൽ ഇപ്പൊ ഓൾറെഡി 0 ആണ് കിടക്കുന്നത്. ഇനി ഇതിന്റെ ലൈനിന്റെ തിക്നെസ്സും 0 ആക്കുക.
ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ ഓർഡർ സെൻഡ് ടു ബാക്ക്. ഓക്കെ, സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് വൈപ്പ് ഔട്ട് ചെയ്ത ലൈന് ആ ഒബ്ജക്റ്റിന്റെ ബാക്കിലായി. നമ്മളിപ്പോ ഇത് ബ്ലോക്കാണ്, ബ്ലോക്ക് ക്ലോസ് ചെയ്യുക, ബ്ലോക്ക് എഡിറ്റർ ക്ലോസ് ചെയ്യുക, സേവ് ദ ചേഞ്ചസ്, അതായത് നമ്മൾ അതിൽ ചെയ്ത ചേഞ്ചസ് ഒക്കെ സേവ് ചെയ്യാം. നമ്മളിപ്പം വൈപ്പ് ഔട്ട് ചെയ്തപ്പം ഈ ഒരു ടേബിളിന്റെ മുകളിലായിട്ടാണ് ഈ ചെയർ ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ലോ നമുക്ക് മനസ്സിലാവുക, കാരണം ഈ ടേബിളിന്റെ ലൈന് നമുക്ക് ഈ ചെയറിന്റെ അവിടുന്ന് മിസ്സായിരിക്കണു. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ചെയർ താഴെയാണ് വരുന്നത്. അപ്പൊ ചെയർ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോ ഓർഡർ സെൻഡ് ടു ബാക്ക്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് അത് വന്നു, കാരണം നമ്മളെ ടേബിളിന്റെ താഴെ ചെയർ. നമുക്ക് ഈ ചെയർ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ നീക്കിയിടാം, കുറച്ച് ഉള്ളിലോട്ട് ഇനിയും കയറ്റിട്ടുണ്ടെങ്കിൽ കയറ്റിയിടാം, കുറച്ച് പുറത്തോട്ട് ഉണ്ടെങ്കിൽ ഇടാം. ഇനിയിപ്പൊ വേറെ ഏതെങ്കിലും ആംഗിളിൽ തിരിച്ചിട്ടാണ് ഇടേണ്ടതെങ്കിൽ അങ്ങനെ ഇടാം. അപ്പൊ നമുക്ക് ഈ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ടാലും നമുക്ക് അതിന്റെ അടിയിലായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരെ മറിച്ച് നമ്മളിപ്പം ഈ വൈപ്പ് ഔട്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന വെച്ചെങ്കിൽ ഇവിടെ കൊടുന്നിട്ടിട്ട് ട്രിം ചെയ്തിട്ട് ആ ലൈൻ, ആവശ്യമില്ലാത്ത ലൈൻ നമ്മൾ കളയണം. അപ്പൊ അങ്ങനെ കളയുമ്പോ എന്താ പ്രശ്നം എന്ന് പറയുമ്പോ നമ്മള് ഈ അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ എപ്പോഴേലും നീക്കിയിടുമ്പോ വീണ്ടും നമുക്ക് ഒന്നെങ്കിൽ ആ കളഞ്ഞ ലൈൻസ് വീണ്ടും വരക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടി വരും. അപ്പൊ നമുക്ക് വീണ്ടും പണിയാം. അപ്പൊ ഇതാവുമ്പോ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞ് നമ്മൾ അത് വൈപ്പ് ഔട്ട് ചെയ്ത് അതിനെ സേവ് ചെയ്താൽ നമുക്ക് അത് എവിടെ ഏതൊരു ഏതൊരു ഫർണിച്ചറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഏതൊരു ഡീറ്റെയിൽസിന്റെ അടുത്ത് കൊണ്ടിട്ടാലും നമുക്ക് വൈപ്പ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എവിടെയാണോ അത് വരുന്നത് വെച്ചാൽ അതുപോലെ പ്ലേസ് ചെയ്ത് നമുക്ക് കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വൈപ്പ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. ഇതിപ്പം അധികം യൂസ് ചെയ്യാത്തവർക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ യൂസ് ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല, കാര്യം ഇത് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അത്ര എന്താ പറയാ, യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കമാൻഡ് അല്ല. പക്ഷെ ഒരിക്കലും യൂസ് ചെയ്യാത്തവർക്ക് ഇത് ചിലപ്പോൾ പെട്ടെന്നാണ്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഞാൻ എന്നും പറയുന്ന പോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.